ഈ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഹൗ ഡു യു ഫീൽ? കാരണം ഒരു പണിയും ചെയ്യേണ്ട ഒന്നും ചെയ്യാണ്ടൊക്കെ വെറുതെ കഴിച്ചുകൊണ്ട് നമ്മുടെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ജോബ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെയാണോ? ജോബായിട്ട് ഞാൻ ഓഫ്കോഴ്സ് എൻ്റെ ജോലി അഭിനയമായിരുന്നു. അപ്പം ഞാൻ അത് ഇപ്പൊ തൽക്കാലത്തേക്ക് ചെയ്യാനായിട്ടുള്ളൊരു എൻ്റെ വയറൊരു പ്രശ്നമായതുകൊണ്ട് ആർക്കും അത് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയാണ്. സ്നേഹ ഇപ്പോൾ പറഞ്ഞു ആൻസൈറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഒരു വശത്തെ ആൻസൈറ്റി ഇരിക്കട്ടെ, മറുവശത്ത് ഞാൻ മുന്നോട്ട് പോകാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ കോൺഫിഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് മെയിനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് കൗൺസിലിംഗ് ആണ്. ഞാൻ പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോഴാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. അത് എത്രമാത്രം ഈ ഒരു സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞു തരാനും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾക്ക്. ഒരു പ്രൊഫഷണൽ വേയിൽ അല്ലേ? അതെ അതെ. ഓക്കെ, ഹോളിസ്റ്റിക് അപ്രോച്ച് ആണല്ലോ സ്നേഹയ്ക്ക് തന്നുകൊണ്ട്. അപ്പോൾ അതിനകത്ത് യോഗയും ഫിറ്റ്നസ്സും ഫിസിയോ എല്ലാം ഉൾപ്പെട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെ ഫിസിക്കലും മൈൻഡിലും കിട്ടിയെന്നാണ് സ്നേഹയ്ക്ക് പറയാനായിട്ടുള്ളത്? എല്ലാവരോടും പറയണം, എല്ലാവരും അറിയണം, അതാണ് അതിൻ്റെ ഒരു മര്യാദ അല്ലേ? അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷ വാർത്ത ഒറ്റ നിമിഷം കൊണ്ട് എല്ലാവരെയും അറിയിച്ച സെലിബ്രിറ്റി ആണെങ്കിലും സെലിബ്രിറ്റിയുടെ യാതൊരു ഹെഡ് വെയ്റ്റും ഇല്ലാത്ത നമുക്കെല്ലാം പ്രിയപ്പെട്ട സ്നേഹ ബാബുവാണ് ഇന്ന് എൻ്റെ കൂടെ. വെൽക്കം സ്നേഹ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അഗെയിൻ വെൽക്കം ചെയ്യുന്നു സ്നേഹ. താങ്ക് യു. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം, ഒരു പ്രഗ്നൻസി, ഈ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഹൗ ഡു യു ഫീൽ? ഐ ഫീൽ വെരി റിലാക്സ്ഡ് ആക്ച്വലി. കാരണം ഒരു പണിയും ചെയ്യേണ്ട ഒന്നും ചെയ്യാണ്ടൊക്കെ വെറുതെ കഴിച്ചുകൊണ്ട് നമ്മുടെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെതായ സ്ട്രഗിൾസ് ഉണ്ട്. ടച്ച് വുഡ് എനിക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ഭയങ്കര സ്മൂത്തായിട്ടാണ് പ്രഗ്നൻസി പീരീഡ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു കാരണം എല്ലാവരും സപ്പോർട്ടീവായിട്ട് നിൽക്കുകയും അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ജോബ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെയാണോ? ജോബായിട്ട് ഞാൻ ഓഫ്കോഴ്സ് എൻ്റെ ജോലി അഭിനയമായിരുന്നു. അപ്പം ഞാൻ അത് ഇപ്പൊ തൽക്കാലത്തേക്ക് ചെയ്യാനായിട്ടുള്ളൊരു എൻ്റെ വയറൊരു പ്രശ്നമായതുകൊണ്ട് ആർക്കും അത് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയാണ്. അല്ലാണ്ട് വേറെ വർക്കായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ ആയിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ പോകുന്നുണ്ട്. സോ അപ്പോൾ എല്ലാം കൂടി ആയിട്ട് ഫാമിലി സപ്പോർട്ടും ഓൾസോ ഹെൽത്ത് വൈസ് ആയാലും അങ്ങനെ മോർണിംഗ് സിക്നസ് അധികം വരാത്ത ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ടോട്ടലി പറയുകയാണെങ്കിൽ ഹെൽത്തിയാണ്. അതെ. ഓക്കെ. എന്നാലും ഈ പ്രഗ്നൻസി കാലഘട്ടം ഇന്ന് പലരെ സംബന്ധിച്ചും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അവരോട് സ്നേഹയ്ക്ക് എന്താ, ഈ ഒരു കാലഘട്ടത്തിൽ ഇരിക്കുന്ന ആളെന്നുള്ള നിലയിൽ സ്നേഹയ്ക്ക് എന്താണ് പറയാനുള്ളത്? അവർ സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ദിസ് വിൽ പാസ്. ആ ഒരു പീരീഡ് ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു പീരീഡ് ആണെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദിസ് ടു ഷാൽ പാസ് എന്നുള്ള ഒരു ഐഡിയ ആണ് കൊടുക്കേണ്ടത് സ്നേഹ പറയുന്നത്. ഓക്കെ, സ്നേഹ മുംബൈയിൽ ജനിച്ചു വളർന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? ചൈൽഡ്ഹുഡും ഇങ്ങോട്ടുള്ള വരവും ഒക്കെ? ഇങ്ങോട്ടുള്ള വരവ് ആക്ച്വലി അത്രയും പ്രൊഡിക്റ്റ് ചെയ്തതല്ലായിരുന്നു. നമ്മൾ പ്ലാൻഡ് അല്ലായിരുന്നു ആക്ച്വലി. ഇപ്പം എൻ്റെ ലൈഫിൽ നടന്നേക്കുന്ന ഒന്നും തന്നെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഷടപടേ എന്നാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. സോ ഞാൻ അവിടെ ഡബ് സ്മാഷ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സീരിയലിന് വേണ്ടിയിട്ട് എനിക്ക് കോൾ വരുന്നത്. അങ്ങനെ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതും. ഇപ്പം എൻ്റെ ഒരു 20 വർഷത്തോളം ഞാൻ ബോംബെയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ സീരിയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി നാട്ടിലേക്ക് എത്തുന്നത്. പേരൻസ് മുംബൈയിലായിരുന്നു? അതെ അതെ, വർക്ക് ചെയ്യുന്നത് മുംബൈയിലായിരുന്നു. ഞാൻ ബോൺ ആൻഡ് ബോട്ട് അപ്പ് ആക്ച്വലി മുംബൈയിലാണ്. സോ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആക്ച്വലി ആ സീരിയൽ നടന്നില്ല, ഡ്രോപ്പായി. അത് കഴിഞ്ഞിട്ടാണ് കരിക്കിലോട്ടുള്ള എൻ്റെ എൻട്രി. അപ്പൊ അതൊരു തീർച്ചയായിട്ടും ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഇപ്പൊ കാണുന്നു അല്ലേ? ഓക്കെ, കരിക്കെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്നേഹയുടെ മുഖം പെട്ടെന്ന് ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞു വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു, ഹാപ്പിയാണ്. എങ്കിൽ പോലും ഒരു ആൻസൈറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ റിഗാർഡിങ് മൈ ഹെൽത്ത് അല്ലെങ്കിൽ മൈ ബേബീസ് ഹെൽത്ത്. കുഞ്ഞ് ആരോഗ്യമായിരിക്കുമോ, അല്ലെ കുഞ്ഞിന് വേണ്ട വെയിറ്റ് ഉണ്ടാവും, എൻ്റെ ഡെലിവറി എങ്ങനെയായിരിക്കും? ദിസ് ഈസ് എ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? അത്തരത്തിലുള്ള ആൻസൈറ്റികൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത് പെയിൻ ടോളറൻസ് ഭയങ്കര കുറവുള്ള ഒരാളാണ്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു പെയിനിലൂടെ ഞാൻ എങ്ങനെ കടന്നു പോകും, എനിക്കത് ചെയ്യാൻ പറ്റുമോ, ഞാൻ കാരണം കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ? പിന്നെ ഓരോ സ്കാൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഓരോ പരീക്ഷ എഴുതാൻ വേണ്ടി പോണ പോലെയാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്. കാരണം നമുക്ക് അല്ലാതെ നമുക്ക് വേറെ അറിയില്ലല്ലോ. കുഞ്ഞ് മൂവ് ചെയ്യുന്ന ഇപ്പം
കുറച്ച് നാൾ മാത്രമല്ലേ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. അതിക്ക് മുൻപ് തൊട്ട് നമുക്ക് എന്താണ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. പിന്നെ എല്ലാ ആൻസൈറ്റി എന്നുള്ളൊരു സംഭവം എന്തായാലും ഉണ്ട്, അതൊരു സൈഡിലുണ്ട്. പിന്നെ ഇപ്പൊ തൽക്കാലത്തേക്ക് അതൊന്നും മൈൻഡ് ചെയ്യാതെ എന്തായാലും പ്രസവം നടക്കും. ഇതിൽ നിന്ന് എനിക്കൊരു ബാക്ക് ഓഫ് ഇല്ല, ബാക്ക് ഓഫ് ഇല്ല. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സ്നേഹ ഇപ്പൊ പറഞ്ഞു ആൻസൈറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഒരു വശത്തെ ആൻസൈറ്റി ഇരിക്കട്ടെ, മറുവശത്ത് ഞാൻ മുന്നോട്ട് പോകാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ കോൺഫിഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് മെയിനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് തന്നെയാണ്, പാർട്ട്ണർ സപ്പോർട്ട് തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് കൗൺസിലിംഗ് ആണ്. ആക്ച്വലി ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോഴാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. അതെത്രമാത്രം ഈ ഒരു സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് നമ്മൾ ഒറ്റയ്ക്കല്ല, ഇതൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെയും ആൾക്കാർ ഇതിന് ഉണ്ടെന്നുള്ളൊരു സംഭവം, ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഇതെങ്ങനെയൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, എങ്ങനെയൊക്കെ ഇതൊക്കെ ഈസപ്പ് ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞു തരാനും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾക്ക്. ഒരു പ്രൊഫഷണൽ വേയിൽ അല്ലേ? അതെ അതെ. ഓക്കെ. അതിനകത്ത് തന്നെ നമ്മളുടെ ഒരു ഡിഫറെൻറ്റ് തെറാപ്പീസ് ഉണ്ടല്ലോ. തെറപ്യൂട്ടിക്കൽ അപ്രോച്ച്, നമ്മളൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണല്ലോ സ്നേഹയ്ക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് യോഗയും ഫിറ്റ്നസ്സും ഫിസിയോ എല്ലാം ഉൾപ്പെട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെ ഫിസിക്കലും മൈൻഡിലും കിട്ടിയെന്നാണ് സ്നേഹയ്ക്ക് പറയാനായിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആവുമ്പോൾ ഒന്ന് നമ്മുടെ ബോഡി പെയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേയൊക്കെ റിലീഫ് ഉണ്ടായിരുന്നു. അത് റിലീഫ് ഉണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ മൂഡ് ആക്ച്വലി നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ഈ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തന്നെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയും രാവിലെ നല്ല സന്തോഷത്തിൽ കണ്ട ആള് എന്താ ഉച്ചയ്ക്ക് എങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു മൂഡ് സ്വിങ്സിന് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ സ്നേഹ, നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ഇന്ന് ഞാൻ പറയും സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഒരു 10-20 വർഷം മുമ്പൊക്കെ ക്ലീനിങ്, കുക്കിംഗ്, കെയറിങ്, ഈ 3 സീകളിലായിരുന്നു സ്ത്രീകൾ കുടുങ്ങി കിടന്നിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് കരിയർ എന്ന് പറയുന്ന ഒരു സീൻ കൂടെ ആഡ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ സ്നേഹയെ സംബന്ധിച്ചിപ്പോൾ പറഞ്ഞു എനിക്കൊരു പ്രശ്നമാണ്, എനിക്കിപ്പോൾ അഭിനയിക്കുന്നതിന്. അത്തരത്തിലുള്ള റിസ്ക് അല്ലെങ്കിൽ എൻ്റെ കരിയർ എന്താകും, ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കരിയർ എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് എന്താ സ്നേഹയ്ക്ക് പറയാനുള്ളത്? പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനോടും അല്ലെങ്കിൽ ആ തരത്തിൽ അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ എങ്ങനെ പറ്റുന്നു? അവരോട് പറയാനുള്ള ഒരേ കാര്യമുള്ളൂ, പ്രഗ്നൻസിയും മദർഹുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് സ്റ്റോപ്പ് യു ഫ്രം എനിത്തിങ്. എന്ന് വെച്ചാൽ അത് നമുക്ക് അഫ്കോഴ്സ് ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ്. ഇത്രയും നാൾ നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി. പക്ഷേ അതെ, മാനേജ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് കോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി കൂടുതലാവുമ്പോൾ നമുക്ക് കാര്യങ്ങളും കുറച്ച് കൂടുതൽ ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ വർക്കായാലും, ഇപ്പോൾ വർക്ക് ചെയ്യാത്തവരുണ്ടാവും, വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ഇത് രണ്ടും തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല. ഇതോടെ അവസാനിച്ചു എന്ന് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓഫ് കോഴ്സ് അതിന്റെ എൻഡ് തന്നെയായിരിക്കും. അത് ഇനിയും ഉള്ളൊരു മുമ്പോട്ടും അതിനൊരു ലൈഫ് ഉണ്ട് എന്നുള്ളൊരു സംഭവം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഇസ് ജസ്റ്റ് എ പാർട്ട്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു എന്ന് പറയുമ്പോഴും സ്നേഹ, ഇപ്പൊ 2 ഫാക്ടേഴ്സ് നമ്മൾ കേട്ടു. ഒരു ഡിപ്രസീവ് മൂഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ ഇന്ത്യൻ മദേഴ്സ് ആർ മോർ പ്രോൺ ടു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്നെ തന്നെ മേയിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുന്ന സ്ഥാനത്ത് ഞാൻ ഇനി 24/7 ബേസിസിൽ ഒരാൾക്ക് വേണ്ടി അവൈലബിൾ ആകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കുറേ കൂടെ ഇൻസൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ, എനിക്ക് ഈ റെസ്പോൺസിബിലിറ്റീസൊക്കെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടായാലും എനിക്കൊരു എന്തെങ്കിലും ഡിപ്രസീവ് സോട്ട്സിന് 24/7 എൻഗേജ്ഡ് ആകുമ്പോൾ ഡിപ്രസീവ് സോട്ട്സിന് സാധ്യതയുണ്ടോ, അങ്ങനത്തെ ഉള്ള ചിന്തകളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഇപ്പം പ്രഗ്നൻസിക്ക് ശേഷമുള്ള സംഭവം, എനിക്ക് ഡെലിവറിക്ക് ശേഷമുള്ള സംഭവം എനിക്കറിയില്ല. അതെന്തായാലും ഇതേപോലെ തന്നെ
നമുക്ക് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടും അതേപോലെ കൗൺസിലിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ, യോഗയും ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾസോ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുവാണെങ്കിൽ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ബാക്കി ഇനി കണ്ടറിയാം. ഓക്കെ. അപ്പോൾ അത് ഒരു ഡിപ്രസീവ് സോട്ടിലേക്ക് പോകാൻ സാധ്യതയില്ല. ഇപ്പോൾ ഞാൻ എൻജോയബിൾ ആയിട്ട് കൊണ്ടുപോകുന്ന പോലെ തന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓൾ ദീസ് ഫാക്ടേഴ്സ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. സ്നേഹ എല്ലാ പ്രഗ്നന്റ് ലേഡീസിനും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകുന്നതും പോസ്റ്റ്മോർട്ടത്തിലിരിക്കുന്നവർക്കും സ്നേഹയുടെ ഒരു വലിയ മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത്. ശരിക്കും അതൊരു നല്ല മെസ്സേജാണ്. ടേക്ക് ഇറ്റ്. അതുപോലെ തന്നെ സ്നേഹ, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്നുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഇമോഷണൽ ഓവർ ഡിപ്പെൻഡൻസി. അതായത് എൻ്റെ വൈഫ് എൻ്റെത് മാത്രം, എൻ്റെ ഹസ്ബൻഡ് എൻ്റെത് മാത്രം. ഈ അടുത്തിടയ്ക്ക് എനിക്ക് വന്നൊരു കേസ്, മാരേജ് കഴിഞ്ഞിട്ട് 5 years ആയി. നൗ ഷീ ഈസ് പ്രഗ്നൻറ്റ് 2 months. ആൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഡു ഐ വോണ്ട് ടു കണ്ടിന്യൂ മൈ പ്രഗ്നൻസി ഓർ ഡിസ്കണ്ടിന്യൂ. കാരണം ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു എന്താ പറയുന്നത് കോൺഫിഡൻസ് ആക്കില്ല. ഞാൻ ചോദിച്ചാൽ എന്താണ് റീസൺ? ഈ ഒരു കുഞ്ഞ് വന്നാൽ ഞങ്ങളുടെ ഇൻറ്റിമസി, ഞങ്ങളുടെ ഇമോഷണൽ ബോണ്ട് ബ്രേക്ക് ആകുമോ എന്നുള്ള ഭയം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് സ്നേഹിക്കാൻ എന്താ പറയാനുള്ളത്? അതും തന്നെയല്ല വെരി സൂൺ പ്രഗ്നന്റ് ആയ ഒരു ആളെന്നുള്ള നിലയിൽ അത് ആക്ച്വലി ഒരു ഫാക്ടറാണ്. മേ ബി കുറേ പേര് അതിൽ കൺസേൺ ആയിരിക്കാം. കാരണം അത്രയും നാൾ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു കുഞ്ഞും കൂടി വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാ അറ്റൻഷൻ ആ ബേബിയിലോട്ടായിരിക്കും. അതിപ്പം ഹസ്ബൻഡിനായാലും വൈഫിന്, ഇപ്പം മദറിനാണെങ്കിൽ അത് കൂടുതലായിരിക്കും. മേ ബി ഹസ്ബൻഡിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു നേരവും ഹസ്ബൻഡ് മെറ്റേണൽ ഡിപ്രഷൻ മാത്രമല്ലല്ലോ, അത് ഭയങ്കരമായിട്ടുണ്ട്. പല ഹസ്ബൻഡ്സും എന്നോട് വന്ന് പറയുന്ന ഒരു കാര്യം, കുഞ്ഞുണ്ടായതിനു ശേഷം അവളെ തീരെ അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു. കാരണം നമ്മൾ 24/7 ബേബിയിലോട്ടാണ് നമ്മുടെ അറ്റൻഷൻ. ബേബിക്ക് ഫീഡ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, ബർപ്പ് ചെയ്യുക, അതൊക്കെ സംഭവങ്ങളൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. സോ ഭർത്താവ് ആ വഴിക്ക് പൊക്കോളും എന്നുള്ളൊരു ചിന്തയും ചിലവർക്ക് ഉണ്ടാവും. പക്ഷേ ജസ്റ്റ് ഒരു ഇടയ്ക്കൊന്ന് വല്ലപ്പോഴെങ്കിലും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനുള്ളൊരു സമയം, ആ ഒരു സ്പാർക്ക് കളയാതെ കുറച്ച് നേരമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. കുഞ്ഞുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു എഫേർട്ട് എനിക്ക് തോന്നുന്നു അത് അമ്മയ്ക്ക് എത്രമാത്രം ആ സമയത്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു ഹസ്ബൻഡിന് ആ സമയത്ത് അത് ആ ഒരു സപ്പോർട്ടും ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ദാറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒരു കുഞ്ഞ് വന്നതിന് ശേഷം അതിന് അഫക്റ്റ് ആവാത്ത രീതിയിൽ തന്നെ അത് കൊണ്ടുപോകണമെങ്കിൽ അത് ഹസ്ബൻഡ് തന്നെ വിചാരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, വെരി ഫൈൻ. അപ്പോൾ ഒരു പാർട്ട്ണറുടെ ഇൻവോൾവ്മെന്റ് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട്ണറെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ പേരൻസും ഇൻലോസും ചില സമയത്ത് നമ്മൾ പല മൂവീസിലും ഒക്കെ കാണാറുണ്ട്, ഓവർ ഇൻ്റർഫിയറൻസ് ഓഫ് പേരൻസ്, ഇൻലോസ് ആൻഡ് ഇൻ കേരള നൈബർഹുഡ്. കുഞ്ഞിന് പാൽ കൊടുത്തോ അല്ലെ പാലുണ്ടോ അല്ലെങ്കിൽ ഇന്നതാണോ കൊടുക്കുന്നത്, ഡൈപ്പേഴ്സ് ആണോ ഉപയോഗിക്കുന്നത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഇൻ്റർഫിയറൻസുകൾ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻ്റർഫിയറൻസുകളെ നമ്മൾ എങ്ങനെ നേരിടണമെന്നാണ് സ്നേഹയുടെ ഒരു അഭിപ്രായം? എനിക്ക് ഒന്ന് പറയാൻ പറ്റുന്നത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക എന്ന് മാത്രമാണ്. ഇപ്പോൾ സ്വന്തം പേരൻസ് ആണെങ്കിലും ഇൻലോസ് ആണെങ്കിലും, കാരണം നമ്മളെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഡിപ്രഷൻ സംഭവം നമുക്ക് കൂടുതൽ വരാൻ ചാൻസസ് ഉള്ള ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരും അമ്മമാരായിട്ടുള്ളവരും എന്നോട് പറഞ്ഞു തന്നേക്കുന്ന ഡെലിവറി അല്ല സ്ട്രഗിൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഫേസിൽ നീ കേൾക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളായിരിക്കും നിന്നെ ഡിപ്രസ്ഡ് ചെയ്യുന്നെന്നുള്ളൊരു സംഭവം. പാല് കുറവാണ്, അതാണ് ഇതാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഗിൽറ്റ് ഫാക്ടറും, മെലിഞ്ഞിരിക്കുന്നത്, കുഞ്ഞിനൊട്ടും ഇതില്ലല്ലോ, അതില്ലല്ലോ, നേരം ഇല്ലല്ലോ, ഇതെന്നുള്ള സംഭവങ്ങൾ എന്തായാലും കേൾക്കും. സോ ബെറ്റർ അവോയ്ഡ് ദോസ് പീപ്പിൾ എന്നുള്ള ആ ഒരു ടെമ്പററി സമയത്തേക്കെങ്കിലും അവോയ്ഡ് ചെയ്യുക എന്നാണ് എനിക്ക് കിട്ടിയ അഡ്വൈസ് എല്ലാവരുടെ അടുത്തുനിന്ന്. സോ മെയിനായിട്ട് ഇപ്പം അവോയ്ഡ് ചെയ്തില്ലെങ്കിലും അത് കേൾക്കുക, മറ്റു ചെവിയിൽ നിന്ന് ഇറക്കിക്കളയുക എന്ന് മാത്രമാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുക. പക്ഷേ സ്നേഹയ്ക്ക് അറിയാമോ, ഇപ്പോൾ സ്നേഹ പ്രഗ്നൻസിയുടെ മുമ്പും പ്രഗ്നൻസിയിലും ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലോട്ട് വരികയാണ്, ആ സമയത്തുള്ള ഒരു ഇമോഷണൽ സെൻസിറ്റീവ്നെസ് കുറെയെങ്കിലും ഇപ്പം മനസ്സിലായി കാണും. ആ ഒരു സെൻസിറ്റീവ്നെസ്സിൽ നമുക്ക് ഇത് ഒരു വശത്തൂടെ കേട്ട് ഒരു വശത്തൂടെ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതിനാണ് ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞിൻ്റെ ജന്മം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്കും
അച്ഛനും മാത്രമല്ല അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം. ചുറ്റുമുള്ള ആൾക്കാരും ആ ഒരു പാരൻറ്റിങ്ങിന്, അവർ ചെയ്യുന്ന പാരൻറ്റിങ്ങിനായാലും അവർ എടുത്ത തീരുമാനത്തിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ള ഫാക്ടർ ചുറ്റുമുള്ള ആൾക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് ശരിയാണ്, പണ്ട് നിങ്ങളും 7 പെറ്റതാവും 10 പെറ്റതാവും, പക്ഷെ ആ പെണ്ണിന് അതൊരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലവും. അതൊക്കെ മനസ്സിലാക്കി ചുറ്റുമുള്ള ആൾക്കാർ അതനുസരിച്ച് പെരുമാറുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പം ഇതിന് ആകെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഒരു സറൗണ്ടിങ്സിൽ നിൽക്കുന്നവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സംഭവം മുന്നോട്ട് പോകാം. അവിടെ സ്നേഹയ്ക്ക് ഒരു പ്രൊഫഷണൽ കെയറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ പറയുന്ന പോലെ തന്നെ പ്രൊഫഷണൽ കെയറിലും എന്താ പറയുക, നമുക്ക് കൗൺസിലിങ്ങിൽ നമ്മുടെ പാരൻസിനെയും ഇൻലോസിനെയും കൗൺസിൽ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. സോ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. മൈ ബേബി മൈ കെയർ എന്നുള്ള നമ്മുടെ ഈ പ്രഗ്നോ കെയറിലും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലേഡീസിൻ്റെ അമ്മയുടെ വെൽനെസ്സിനും അതിനോടൊപ്പം തന്നെ പിന്നെ ഫാമിലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു അവയർനെസ്സും സപ്പോർട്ട് സിസ്റ്റവും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം അമ്മ മാത്രം വിചാരിച്ചാലും കാര്യം നടക്കത്തില്ല. യെസ്, ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ആ ഹോൾ ഫാമിലിയുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതിനനുസരിച്ച് ഹോം എൻവയോൺമെന്റ് മാറുമ്പോൾ മാത്രമാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി ആയാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു മദറിനെയും നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നമ്മൾ പോസ്റ്റ് പ്രഗ്നൻസിയെ കുറിച്ച് പറഞ്ഞു, പ്രഗ്നൻസി കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. ദ വെരി ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ, വാട്ട് അബൌട്ട് യുവർ എക്സ്പെക്ടേഷൻ റിഗാർഡിങ് യുവർ ഡെലിവറി? അപ്പോൾ എൻ്റെ ഡെലിവറി എക്സ്പെക്ടേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എൻ്റെ മൈൻഡിൽ ഇത്ര മാത്രം ഏർലി പ്രഗ്നൻസിക്ക് എനിക്ക് മൈൻഡിൽ ഇതായിരുന്നു, മരിക്കരുത്. കാരണം എല്ലാവരും പറഞ്ഞേക്കുന്ന ഓരോ കഥകളും കേട്ടിട്ട് എല്ലാവരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ട് അയ്യോ അത് ഭയങ്കര ഒരു എക്സ്ട്രീം, ലോ പെയിൻ ടോളറൻസ് ഉള്ള ഒരാൾക്ക് അത് ഭയങ്കര ഒരു എക്സ്ട്രീം ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഓരോ കാര്യങ്ങൾ ഡെലിവറിനെ കുറിച്ച് ഞാൻ അതിൻ്റെ ഓരോ പ്രോസസ്സ് എന്താണ്, എങ്ങനെ ആയിരിക്കാം, ഇപ്പോൾ സി സെക്ഷൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ആത്മ വഴി എനിക്ക് അത് ഓരോ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയതുകൊണ്ട് ഐ തിങ്ക് ഐ ക്യാൻ ഓവർകം ദാറ്റ്. ആൻഡ് ദിസ് ഈസ് എ നാച്ചുറൽ പ്രോസസ്സ്. എന്തായാലും മരിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു സംഭവം എന്തായാലും മനസ്സിലായി എനിക്ക്. സോ ഐ തിങ്ക് ഐ ക്യാൻ ഓവർകം ദാറ്റ്. ആൻഡ് എല്ലാവരും അത് ഇപ്പോൾ പോയി ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവർക്കും അത് ആക്ച്വലി ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്കും പിന്നെ പ്രഗ്നൻസിയിലുള്ളവർക്കും പ്രഗ്നൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വേണ്ടി സ്നേഹയുടെ ഒരു മെസ്സേജ് എന്താണ്? മെസ്സേജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓഫ് കോഴ്സ് എനിക്ക് അവരുടെ കൂടെ ഉള്ളവരോട് പറയാനാണ്. സപ്പോർട്ടാണ് മെയിനായിട്ടുള്ളത്. ഓൾസോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എഫേർട്ട് ഇടുക, ഓരോ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ കൗൺസിലിങ്ങും തെറാപ്പിയും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു എക്സ്ട്രീം വരെ നമുക്ക് എന്തായാലും അത് ഹെൽപ്പ് ചെയ്യും. അത് ഇപ്പം ആത്മയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന സമയം തൊട്ട് നമ്മുടെ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കുഞ്ഞിനൊരു 6-7 വയസ്സ് വരെ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് എങ്ങനെ ഡീൽ ചെയ്യാം, എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു സംഭവം നമുക്കൊരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതായിരിക്കും. ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് ആണെങ്കിലും ഗൈനക്ക് ആണെങ്കിലും പീഡിയാട്രിക് ആണെങ്കിലും ന്യൂട്രീഷൻ ആണെങ്കിലും എന്താണെങ്കിലും അതിനൊരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ. അപ്പോൾ സ്നേഹയ്ക്ക് തോന്നുന്നുണ്ട് ഈ ഒരു മൈ ബേബി മൈ കെയർ എന്നുള്ള പ്രോഗ്രാമിൽ മെമ്പർ ആയതുകൊണ്ട് പല നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിലും പെർസ്പെക്റ്റീവ്സിലും ബിലീഫ് സിസ്റ്റത്തിലും നമ്മളുടെ ഇതിനോടുള്ള കാഴ്ചപ്പാടുകളിലെല്ലാം വ്യത്യാസം വന്നു. അപ്പോൾ ആ കെയർ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇമോഷണലി വീക്കായ ഇടങ്ങളിലൊക്കെ കുറച്ചും കൂടി നമുക്ക് ഹാപ്പി മൊമെന്റും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് മൈ ബേബി മൈ കെയറിലൂടെ ഏറ്റവും നമ്മളുടെ ഒരു വിഷൻ, ആത്മയുടെ ഒരു വിഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ബേബിയുടെ കെയർ ഫോക്കസ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അമ്മയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മയുടെ കെയർ ആണ് ഒരു ബേബിയുടെ ഡെവലപ്മെൻറ്റ്സ്. എസ്പെഷ്യലി കുഞ്ഞ് ജനിക്കുമ്പോൾ കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ വീക്ക്നെസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് പലപ്പോഴും ഇമോഷണൽ വീക്ക്നെസ്സുകളാണ്. അപ്പോൾ ഹാപ്പി മദർ
ഹാപ്പി മദർ പ്രൊഡ്യൂസ് എ ഹാപ്പി ചൈൽഡ് ആൻഡ് ഹാപ്പി ഫാമിലി പ്രൊഡ്യൂസ് എ ഹാപ്പി ചൈൽഡ് എന്ന് പറയുന്ന പോലെ തന്നെ അപ്പോൾ നമുക്ക് അമ്മയും വീടിനെയും എല്ലാം മൊത്തത്തിൽ ഹാപ്പി ആക്കി വെച്ചുകൊണ്ട് നല്ലൊരു ലെഗസിയുള്ള നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങിനെ വാർത്തെടുക്കുക, ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് ഇല്ലാത്ത നല്ല ഇമോഷണൽ വെൽബീയിങ് ഉള്ള ഫിസിക്കൽ ഹെൽത്ത് ഉള്ള നല്ലൊരു കുഞ്ഞിനെ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മൈ ബേബി മൈ കെയറിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ സ്നേഹ ഞങ്ങളുടെ ഒരു പാർട്ടിസിപ്പൻ്റ് ആയതിലും മുന്നോട്ട് പോകുന്നതിലും ഒത്തിരി താങ്ക്സ്. കൂടാതെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിച്ചതിലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ടു യു ടു.